ഇല്ലാത്ത നിസ്കാര തയമ്പിനെ പടച്ചോൻ പോർക്കൂല. നിങ്ങളോട് എങ്ങനെയാണ് പടച്ചോൻ പറക്കണത്? നിങ്ങളുടെ കയ്യിലിരിപ്പതേ പോലെയല്ലേ? നീ എന്താ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ മനുഷ്യനെ? എനിക്ക് ചിന്തയില്ലെങ്കിൽ എന്താണ്? അയലൊക്കത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് എല്ലാവർക്കും നിന്നെ കുറിച്ച് നല്ല ചിന്തയാണല്ലോ. അപ്പുറത്തെ വീട്ടിലെ ബഷീറില്ലേ, ബഷീർ, അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവൻ പുറത്തേക്ക് കണ്ടിട്ടുണ്ടോ? അതിനാണ് മനുഷ്യ ഈ സ്നേഹം 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 എന്ന് പറയണത്. അതിന് സ്നേഹം എന്നല്ലടി പറയണത്, അതിനാണ് പച്ച മലയാളത്തിൽ പറയണ ഭാഷ തളർവാദോ. അതെനിക്ക് വരാത്തോണ്ടല്ലേ നിനക്ക് ഇത്ര ജൽസി. പിന്നെ മനുഷ്യനെ നമ്മളൊരു കാര്യം പറയട്ടെ. പറയാങ്ങട്. നമ്മൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്തെന്ന് സ്വപ്നം? സിനിമാ നടൻ മമ്മൂട്ടിയും മോഹൻലാലും നമ്മുടെ ഏറ്റവും വലവും വന്ന് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ട സ്വപ്നം. എന്റെ പടച്ചിറബിലാണ് തമ്പുരാനെ. മമ്മൂട്ടിനെ മോഹൻലാലിനെ കണ്ടത് നന്നായി. നീ വല്ല ടി.ജി. രബീനെ ബാൽക്കെ നായരെയൊക്കെ കണ്ടിരുന്നെങ്കിൽ തെണ്ടി പോയേനെ. മനുഷ്യ, നിങ്ങൾക്ക് സ്വർഗത്തിലും നരകത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം ഉണ്ടാന്ന്. എടി, നമ്മുടെ നിക്കാഹിന് മുമ്പ് നമുക്ക് ഈ സ്വർഗത്തിലും നരകത്തിലും തീരെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ നിക്കാഹ് കഴിഞ്ഞപ്പ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയിൽ സ്വർഗം ഇല്ല, പക്ഷെങ്കിൽ നരകമുണ്ട്. എങ്കിലും നമ്മളൊരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളി. നമ്മള് മയ്യത്തായി നമ്മള് സ്വർഗത്തിലും നിങ്ങൾ നരകത്തിലും പോവേണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചവനോട് നന്ദി പറയും, നന്ദി. എങ്കിലും നിങ്ങൾ സ്വർഗത്തിലും നമ്മൾ നരകത്തിലാണ് പോണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പയും നമ്മൾ പഠിച്ചവനോട് നന്ദി പറയും, നന്ദി. നന്ദി പറയല്ല, എങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ ഞാൻ പഠിച്ചവനാ നോക്കൂല, നല്ല കണ്ണു പൊട്ടണ ചീത്ത വിളിക്കും. അങ്ങനെ ആമിന, നീ ഇപ്പൊ നമ്മളോട് കുറെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളാണ് ആദ്യം മയ്യത്തായി പോണെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളാണ് മയ്യത്താവണമെങ്കിൽ ശേഷിച്ച കാലം കല്യാണം ഒന്നും കഴിക്കാതെ എന്റെ അനിയത്തി സൂറാന്റെ കൂടെ ഞാൻ അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കും. അതൊക്കെ പോട്ടെ, നമ്മളാണ് ആദ്യം മയ്യത്താവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ എങ്ങനെ അങ്ങോട്ട് ചെയ്യും. ശേഷിച്ച കാലം വേറെ കല്യാണം ഒന്നും കഴിക്കാതെ നിന്റെ അനിയത്തി സുഹറാന്റെ കൂടെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കും. കത്തൂരി തൈലമിട്ട് മുടിനിനുക്കി നമ്മുടെ ഉസ്താദ് നമ്മളെ കാണാൻ വരാനുണ്ടല്ലോ, നമ്മുടെ ഉസ്താദ് നമ്മളെ കാണാൻ വരാനുണ്ടല്ലോ. തരികട അല്ല, ഇന്ന് നിങ്ങൾ വലിയ സന്തോഷത്തിലല്ല. എന്താണ് കാര്യം? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം ഉണ്ടെന്ന് നമുക്ക് നീ മിണ്ടാണ്ടിരിക്ക. അതല്ല, നമ്മുടെ ഉസ്താദ് വരണു. എടി, നമ്മളെ പഠിപ്പിച്ച് വളർത്തി ഇന്നത്തെ ഈ നിലയിലാക്കി നമ്മുടെ ഉസ്താദ് ഇന്നിങ്ങോട്ട് പറയണ്. എന്നാ എനിക്ക് ആ പകയിനൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്ത് കാര്യത്തിന്? നിങ്ങളെ ഈ നിലയിലാക്കിയ മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് 4 വർത്താനം പറയാന്ന്. എടി, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ആരാണ്? ഈ ഉസ്താദ് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ചങ്കങ്ങൾ പറിച്ചു കൊടുക്കും. അത് മാത്രമല്ല മനുഷ്യന് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. എടി, ഉസ്താദിന് എന്തൊക്കെയാണ് ഇഷ്ടം എന്നറിയോ? എന്തൊക്കെയാണ്? ഉസ്താദ് ആളൊരു ഭക്ഷണപ്രിയനാണ്. പുള്ളിക്ക് ഇതേ കോഴി, താറാവ്, കരിമീന്, ചെമ്മീൻ, പിന്നെ കൊഞ്ചും. ഇത്രയൊക്കെ തീറ്റി നിന്നിട്ട് അവസാനം എന്റെ അടുത്ത് വന്ന കൊഞ്ചൊന്ന കൊല്ലുന്ന. എടി, ആ കൊഞ്ചല്ല, തിന്നണ കൊഞ്ച്. അതാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് ഉസ്താദിന് കഴിക്കാനുള്ള സാമഗ്രികൾ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വന്നിട്ട് വരണേന് മുമ്പ് ഉസ്താദ് പറയണെങ്കിൽ ഉസ്താദ് എന്ത് ചോദിച്ചാലും നീ എടുത്ത് കൊടുത്തേക്കണം. ഉറപ്പാണില്ല? അപ്പൊ നമ്മൾ പോണേണ്. ഉസ്താദ് ഭന്നട പോലെ ഇറങ്ങി വാടാ. വീരാനെ, വീരാനെ, ഉസ്താദ് വന്നിരിക്കുന്ന ഇറങ്ങിയിട്ട് വരീത്. വീരാനെ, ഓനില്ലേ ഇവിടെ? വേണ്ട അമീന, എവിടെ ബീരാന? എവിടെ പുറത്ത് പോയിക്കണേ? അതെന്ത് തോന്നാച്ചാണ് ഈ പറയുന്നത്? എന്റെ എനിക്ക് രാവിലെ ഇവിടെ വരണമെന്ന് പറഞ്ഞല്ലേ? ഉസ്താദ് വരണമെന്ന് പറഞ്ഞില്ലല്ലേ? അപ്പൊ ഉസ്താദ് വിവരം പറഞ്ഞില്ലേ? എന്ത് വിവരം? പീരാനിക്കൊക്കെ പിരാന്തള കേക്കണ്. ഇതെന്തു അച്ഛൻ പറയും? ഇന്നലെ കൂടെ കണ്ടവര് പിരാന്ത് പിടിച്ചു. അല്ലാനാണ് സത്യം, ഓന് പിരാന്താണ്. പിരാന്ത്, മുഴുത്ത പിരാന്ത്. പഠിച്ചോനെ ശരിക്കും പറയാടാ, പിരാന്ത് പിടിച്ച പിരാന്താണെന്നേ. ഓനിപ്പോ എവിടെ? അതെ, സാധാരണ പോലത്തെ പിരാന്തല്ല. പിന്നെ ഈ പിരാന്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? കാലത്തെ രീതിയിലുള്ള ഒരു അലക്കയായി തോൻ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് കാണുന്നവരെ നോക്കി തലക്ക് നോക്കി അടിച്ച് താഴെയിടലാണ് പുള്ളിയുടെ ഹോബി. പേടിയുണ്ട്. ഓനിപ്പോ എവിടെയുണ്ടെന്നോ? ഒലിക്കായിട്ട് പോയേക്കാണെന്ന്. പഠിച്ചോനെ, ഒരു കാര്യം ചെയ്യും അമീന, ഞാനിവിടെ വന്നിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല, ഉസ്താദിനെ ഒട്ട് കണ്ടിട്ടുമില്ല. അല്ല, ഉസ്താദ് അങ്ങനെ പോലെ ഉസ്താദ് ഒന്നുമില്ല. അവനക്ക് ചായ വേണ്ട, ഒന്നും വേണ്ട, 2 ചായ എന്റെ പേര് നിങ്ങൾ കുടിച്ചോളൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദ് കേറിയിരിക്കട്ടെ. അമീന,
എന്റെ തടിയാണ് എനിക്ക് വലുത്. അതെല്ലേ? കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം ആമിന. ഓൻ വരുമ്പോ എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞത് പടച്ചോനെ. ഒരു കൊട്ട പൊന്നു ആമിന ഉസ്താദ് വന്നായിരുന്നാ? ഉസ്താദ് വരെയും ചെയ്ത് വന്ന വഴി പോവുകയും ചെയ്ത്. എന്തെന്ന്? ഉസ്താദ് വന്നിട്ട് പോയിന്ന്. നമ്മുടെ ചങ്കായി ഉസ്താദ് വന്നിട്ട് നമ്മളെ കാണാണ്ട് പോയാ? പോയി. എന്നിട്ട് ഉസ്താദ് വന്നിട്ട് വല്ലതും ചോദിച്ചാ? ഇവിടുത്തെ ഒലക്ക കൊടുക്കോന്ന് ചോദിച്ചേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ്? നമ്മള് പറഞ്ഞു ഇവിടെ ആകെ ഒരു ഒലക്കുള്ളൂ, നമ്മള് തരൂലെന്ന് പറഞ്ഞു. നമ്മുടെ ചങ്കായി നമ്മുടെ പൊന്നോമനയായി ഉസ്താദ് വന്ന് ഒലക്കി വെച്ചിട്ട് നീ കൊടുത്തില്ലേ? കള്ള ഹിമാറേ, എവിടെ ഇവിടെ ഞാൻ എടി ഒലക്കെവിടെ? എടി അന്നെ കൊല്ലാനല്ല, ആ ഉസ്താദിനെ ഓടിക്കൊണ്ടുപോയി ഒലക്ക കൊടുക്കാനാണ്. ഒലക്ക എവിടെ? ഉസ്താദിന്റെ ഒലക്ക എന്നിട്ട് നിനക്ക് നമ്മളെ തല്ലിക്കൊല്ലാനെന്താ ഹിമാറേ? ഒന്ന് നിക്കന്റെ ഉസ്താദേ. അല്ലോ ഭ്രാന്തൻ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി നമ്മള് രക്ഷിക്കണേ ഉസ്താദെ. ഓടന്റെ ഉസ്താദ് ഈ ഒലക്ക കൊണ്ട് പോകന്റെ ഉസ്താദെ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. മല്ലനാണിവൻ, വീരനാണിവൻ, ഇക്രോ. പത്രം വായിക്കട്ടെ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. അയ്യോ, ഞാനും ചായ കുടിച്ചിട്ടില്ല. നീ ആരടാ? അമിതാഭ് ബച്ചനോ? താഴെ ഇറങ്ങി നിൽക്കടാ. ഇപ്പൊ അജു വർഗീസായി. ഇതാടെ കയ്യില് ഫോണാണ്. എന്ത് ഫോൺ? സാംസങ്ങിന്റെ ഫോൺ. സാംസങ്ങിന്റെ ഫോൺ നിന്റെ കയ്യിൽ അയ്യോ, വന്നിരിക്കുന്നത്? സാംസങ്ങിന്റെ എന്ന് പറഞ്ഞാൽ സാംസങ് മൊബൈൽ കമ്പനിയുടെ ഫോണാണ് ചേട്ടാ. ഇതിൽ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചേട്ടാ. കക്കൂസ് ഉണ്ടോ? അയ്യേ, കക്കൂസാ? കക്കൂസ് ആരെങ്കിലും ഫോണിൽ കൊണ്ട് നടക്കും ചേട്ടാ? എടാ നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടോന്ന് ഒറ്റ അടി അടിച്ചോണ്ടല്ലോ. എടാ നിന്റെ അച്ഛൻ കക്കൂസ് പണിയാനുള്ള അപേക്ഷയായിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ കയറി ഇറങ്ങി നടക്കാണ്. അപ്പൊ അവൻ സാംസങ്ങിന്റെ മൊബൈലായിട്ട് മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. ഹലോ, കാശ് എന്തേ? കാശേ കാശില്ല. എന്താടാ? അവിടെ വെച്ചേക്കും. എന്ത്? അവിടെ വെച്ചേക്കാൻ. മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ. നീയോ? ഏയ് കാശ് ഇല്ലെന്ന് മുമ്പ് പറഞ്ഞില്ലടാ. എന്നാ അവിടെ വെച്ചേ. ഓ ടൗണിലെ സ്കൂളില് 3 പഠിക്കുന്ന രാധാകൃഷ്ണൻ പിപ്പിയുടെ അച്ഛനല്ലേ നീ? അതെ. ഇവിടെ എന്താ ഇരിപ്പുണ്ടല്ലോ? ഇതെന്തിനാണോ എന്നെ തന്നെ? എടാ നിന്റെ ആ വൃത്തികെട്ട കൂതറ ചെക്കൻ എന്നെ കാണുമ്പോ വിളിക്കുന്ന പേരെന്താന്നറിയോ? എന്തുവാ? ഹിക്രൂന്ന്. എന്തോന്ന്? ഹിക്രു. എന്താ ഇപ്പൊ ചിരിച്ചത്? അല്ല, ഈ രൂപം ഇക്രു എന്നുള്ള പേരൂടെ കേട്ട ഇത് ആർക്കാ ചിരി വരാത്ത? കണ്ടടാ, ആ പേര് കിട്ട നീ പോലും ചിരിച്ചില്ലേ? പക്ഷെ എന്റെ അപ്പൻ എനിക്ക് പള്ളിയിലിട്ട പേരെന്താന്ന് അറിയോ നിനക്ക്? ബെഞ്ചമിൻ ബ്രൂണോ. കണ്ടോ, ഞെട്ടിയില്ലേ? എന്നാൽ എന്റെ ഒരു ചിറ്റ, ജലജ ചിറ്റ, ചെറുപ്പത്തിൽ എന്നെ ഓമനിച്ച് വിളിച്ച പേരാണ് ഇക്രൂന്ന്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആ ചിറ്റയുടെ നാവ് ചവിട്ടി പൊളിച്ച് കൈയും കാലും തല്ലി ഓടിച്ചവനാണ് ഞാൻ. ആ കേസ് ഇപ്പോഴും നടന്നോണ്ടിരിക്കുക. ഈ ചുക്കിലാരും എന്നെ ഇക്രൂന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. രാധാകൃഷ്ണൻ പിപ്പിക്കും. കണ്ടല്ലോ? കാശ് കാശ് ഇല്ലെന്ന് കൊറേ നേരമായിട്ട് പറയലടാ. എന്നാ അവിടെ വെച്ചേക്ക്. ഇത്രയും ചെയ്തിട്ട് നിന്നെ കേട്ടില്ലല്ലേ? കാളിദാസാ, മല്ലനാണിവൻ, ദുരിതനാണിവൻ, വീരനാണിവൻ, ഇക്രോ.